അധ്യായം 8 വേട്ടക്കാരന്റെ നിഴൽ. വിക്രം വർമ്മ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കോവിലകത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചെങ്കിലും സാറയുടെ ഉള്ളിൽ ഭയം വിട്ടുമാറിയിരുന്നില്ല. അനാഥാലയം തകർന്നതോടെ കുട്ടികളെ താൽക്കാലികമായി കോവിലകത്തെ ഔട്ട് ഹൗസിലേക്ക് മാറ്റിയിരുന്നു. അരവിന്ദ് വിക്രം വെറുതെ ഇരിക്കില്ല. അയാൾ പ്രതികാരത്തിനായി എവിടെയോ പതിയിരിക്കുന്നുണ്ട്. സാറ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി പറഞ്ഞു. അരവിന്ദ് അവളുടെ തോളിൽ കൈവച്ചു. പേടിക്കണ്ട സാറ, പോലീസ് എല്ലായിടത്തും തിരച്ചിൽ നടത്തുന്നുണ്ട്. വിക്രമിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഷെരീഫിന്റെ സഹായം അയാൾക്ക് ഉറപ്പായും ലഭിക്കുന്നുണ്ടാകും. അപ്പോഴാണ് ഇൻസ്പെക്ടർ അരവിന്ദിനെ വിളിക്കുന്നത്. അരവിന്ദ് വിക്രമിനെ കണ്ടുവെന്ന് കരുതുന്ന ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. പഴയ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഗോഡൌണിൽ ചില സംശയാസ്പദമായ നീക്കങ്ങൾ നടക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അരവിന്ദ് ഒട്ടും വൈകിയില്ല. ഞാനും വരാം ഇൻസ്പെക്ടർ. സാറയും കൂടെ വരാൻ നിർബന്ധിച്ചെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ അരവിന്ദ് അവളെ തടഞ്ഞു. ഐസക് ജോസഫിന്റെ സംരക്ഷണയിൽ അവളെ കോവിലകത്ത് നിർത്തി അരവിന്ദ് ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് കുതിച്ചു. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരുന്നു. റെയിൽവേ ഗോഡൌണിന്റെ പരിസരം വിജനമായിരുന്നു. പണ്ടെങ്ങോ ഉപേക്ഷിക്കപ്പെട്ട ആ വലിയ കെട്ടിടത്തിനുള്ളിൽ മങ്ങിയ വെളിച്ചം കാണാമായിരുന്നു. പോലീസ് സംഘം കെട്ടിടം വളഞ്ഞു. അരവിന്ദ് പതുക്കെ ഗോഡൌണിന്റെ പിൻവാതിലിലൂടെ അകത്തേക്ക് കടന്നു. അവിടെ പഴയ ചാക്കുകളും ഇരുമ്പ് പെട്ടികളും കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരാൾ അരവിന്ദിന്റെ കഴുത്തിന് പിന്നിൽ തോക്കുവെച്ചത്. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അരവിന്ദ്. അത് വിക്രമിന്റെ ശബ്ദമായിരുന്നു. വിക്രം വളരെ അവശനായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഭ്രാന്തമായ ഒരു പകയുണ്ടായിരുന്നു. നീ വിചാരിച്ചോ എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന്? ഈ കോവിലകവും അതിന്റെ സ്വത്തുക്കളും എന്റേതാണ്. അത് തടയാൻ വരുന്നവരെയെല്ലാം ഞാൻ ഇല്ലാതാക്കും. വിക്രം, നീ തോറ്റുകഴിഞ്ഞു. പോലീസ് പുറത്തുണ്ട്. കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്, അരവിന്ദ് ശാന്തനായി പറഞ്ഞു. വിക്രം പൊട്ടിച്ചിരിച്ചു. കീഴടങ്ങാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ ഇവിടെ വെച്ച് തീർക്കാൻ വന്നതാണ്. പക്ഷേ അതിനു മുൻപ് നീ ഒന്ന് കാണണം. വിക്രം ഒരു ലാപ്ടോപ്പ് തുറന്ന് അരവിന്ദിന് കാണിച്ചു കൊടുത്തു. സ്ക്രീനിൽ കണ്ട കാഴ്ച അരവിന്ദിന്റെ ശ്വാസം നിലപ്പിച്ചു. കോവിലകത്തെ സാറ ഇരിക്കുന്ന മുറിയുടെ ലൈവ് ദൃശ്യങ്ങളായിരുന്നു അത്. സാറയുടെ പുറകിലായി ഒരു ചുവന്ന വെളിച്ചം, ലേസർ ഡോട്ട് മിന്നിമറയുന്നുണ്ടായിരുന്നു. ഷെരീഫ് അവിടെയുണ്ട് അരവിന്ദ്. ഞാനൊരു ഫോൺ കാൾ ചെയ്താൽ സാറയുടെ കഥ കഴിയും. ഇപ്പോൾ തീരുമാനിക്കാം. നിനക്ക് സാറയെ വേണോ അതോ ആ നീലക്കല്ല് വേണോ? അരവിന്ദ് വിയർത്തു കുളിച്ചു. സമയം അതിവേഗം കടന്നുപോയി. നിനക്ക് ആ കല്ല് വേണമല്ലേ? അത് എന്റെ കാറിലുണ്ട്. ഞാൻ അത് എടുത്തുവരാം. പക്ഷേ സാറയെ നീ ഒന്നും ചെയ്യരുത്. വിക്രം അരവിന്ദിനെ തോക്കുമായി കാറിനടുത്തേക്ക് കൊണ്ടുപോയി. പോലീസുകാർ തോക്ക് താഴ്ത്തി നിൽക്കാൻ വിക്രം ആജ്ഞാപിച്ചു. അരവിന്ദ് കാറിന്റെ ഡീക്കി തുറന്നു. ഉള്ളിൽ നിന്നും ഒരു ചെറിയ പെട്ടിയെടുത്തു. ഇതാണ് ആ കല്ല്. വിക്രം ആർത്തിയോടെ പെട്ടി തുറന്നു. പക്ഷേ അതിനുള്ളിൽ നീലക്കല്ലായിരുന്നില്ല. പകരം ഒരു ചെറിയ സ്മോക്ക് ബോംബ് ആയിരുന്നു. പെട്ടി തുറന്നതും ഗോഡൌൺ മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. ആ പുകയ്ക്കുള്ളിൽ അരവിന്ദും വിക്രമും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. വിക്രമിന്റെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചുപോയി. അരവിന്ദ് അവനെ കീഴ്പ്പെടുത്തി തറയിൽ കിടത്തി. അതേസമയം കോവിലകത്ത് ഷെരീഫ് സാറയെ ആക്രമിക്കാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ ഐസക് ജോസഫ് തന്റെ പഴയ നാടൻ തോക്കുമായി ഷെരീഫിനെ നേരിട്ടു. പോലീസുകാരും അവിടെ എത്തിയതോടെ ഷെരീഫിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ പോലീസ് വാനിൽ വിക്രമിനെയും ഷെരീഫിനെയും കൊണ്ടുപോകുമ്പോൾ അരവിന്ദും സാറയും ആശ്വാസത്തോടെ നോക്കിനിന്നു. ഇത്തവണ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു, ഇൻസ്പെക്ടർ പറഞ്ഞു. ഐസക് ജോസഫ് മകളെ ചേർത്തു പിടിച്ചു. മോളെ, ഇനി നമുക്ക് സമാധാനമായി ഉറങ്ങാം. നമ്മുടെ ശത്രുക്കൾ അവസാനിച്ചിരിക്കുന്നു. അരവിന്ദ് സാറയെ നോക്കി പുഞ്ചിരിച്ചു. സാറ, നമ്മൾ വിജയിച്ചു. ഇനി നമുക്ക് നമ്മുടെ അനാഥാലയം പണിയണം. പ്രണയത്തിന്റെയും കരുണയുടെയും പുതിയൊരു കോവിലകം. സൂര്യൻ ഉദിച്ചുയർന്നു. വർമ്മ കോവിലകത്തിന് മുകളിലെ ആകാശം തെളിഞ്ഞു കണ്ടു. അഗ്നിസാക്ഷിയായി തുടങ്ങിയ അവരുടെ പ്രണയയാത്ര വിജയത്തിന്റെ തീരത്ത് എത്തിയിരിക്കുന്നു. വിക്രം വർമ്മയുടെ പതനത്തിന് ശേഷം വർമ്മ കോവിലകത്ത് പുതിയൊരു വെളിച്ചമുദിച്ചു. എങ്കിലും തറവാട്ടിലെ ചില മുതിർന്ന കാരണവർമാർക്ക് അരവിന്ദും സാറയും തമ്മിലുള്ള ബന്ധം അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. കുലമഹിമയും മതവും പറഞ്ഞ് അവർ കലഹിച്ചു. ഈ തറവാടിന്റെ പടികയറാൻ ഒരു അന്യമതസ്ഥയെ ഞാൻ അനുവദിക്കില്ല, കാരണവർ ശങ്കരൻ വർമ്മ തറപ്പിച്ചു പറഞ്ഞു. അരവിന്ദ് ശാന്തനായി തന്റെ കൈവശമുണ്ടായിരുന്ന ആ നീലക്കല്ല് വിഗ്രഹത്തിന് മുന്നിൽ വെച്ചു. കാരണവരെ, ഈ കല്ല് സംരക്ഷിച്ചത് സാറയുടെ അമ്മയാണ്. ഈ തറവാടിന്റെ അന്തസ്സ് കാത്തത് അവളാണ്. സ്നേഹത്തിന് മുകളിലല്ല ഒരു ആചാരവും. സാറയെ സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ കോവിലകത്തെ എനിക്കും ആവശ്യമില്ല. അരവിന്ദിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ എല്ലാവരും നിശബ്ദരായി. സാവിത്രിയമ്മ മുന്നോട്ട് വന്ന് സാറയുടെ കൈ പിടിച്ചു. ഇവൾ ഈ വീടിന്റെ മകളാണ്, ദേവികയുടെ പകരക്കാരൻ. മാസങ്ങൾക്ക് ശേഷം പുതുതായി പണികഴിപ്പിച്ച ദേവിക മെമ്മോറിയൽ
അനാഥാലയത്തിന്റെ മുറ്റത്ത് വലിയൊരു ആഘോഷം നടക്കുകയായിരുന്നു. കുട്ടികളുടെ ചിരിയും പാട്ടും അവിടെ നിറഞ്ഞു നിന്നു. അനാഥാലയത്തിന് തൊട്ടടുത്തായി ഒരു ചെറിയ പ്രാർത്ഥനാ മുറിയും മറുവശത്ത് ക്ഷേത്രവും ഒരുപോലെ തലയുയർത്തി നിന്നു. അരവിന്ദും സാറയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. സാറയുടെ കഴുത്തിൽ മിന്നുന്നത് ആ പഴയ സ്വർണ്ണക്കുരിശല്ല, മറിച്ച് അരവിന്ദ് ചാർത്തിയ താലിയായിരുന്നു. അതിൽ ആ നീലക്കല്ല് ഒരു ചെറിയ മുത്തായി പതിപ്പിച്ചിരുന്നു. നമ്മൾ ജയിച്ചു അല്ലേ അരവിന്ദ്? സാറ പതുക്കെ ചോദിച്ചു. നമ്മളല്ല സാറ, നമ്മുടെ പ്രണയമാണ് ജയിച്ചത്. കാലം കരുതിവെച്ച എല്ലാ ചതികളെയും സ്നേഹം കൊണ്ട് നമ്മൾ തോൽപ്പിച്ചു. അരവിന്ദ് അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. ദൂരെ കായലിൽ അസ്തമയ സൂര്യന്റെ ചുവപ്പ് പടർന്നു. ഐസക് ജോസഫ് തന്റെ ക്യാമറയിൽ ആ മനോഹര നിമിഷം പകർത്തി. 30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹം തന്റെ മകളുടെ സന്തോഷം കണ്ട് ആശ്വസിച്ചു. അഗ്നിസാക്ഷിയായി തുടങ്ങിയ അവരുടെ കഥ മഞ്ഞുതുള്ളി പോലെ ശുദ്ധമായ ഒരു പുതിയ ജീവിതത്തിലേക്ക് വഴിമാറി. അരവിന്ദിന്റെയും സാറയുടെയും പ്രണയയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. പ്രതിസന്ധികളെ സ്നേഹം കൊണ്ട് മറികടന്ന ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്രയും കാലം ഈ കഥയോടൊപ്പം സഞ്ചരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വ്യത്യസ്തമായ കഥകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ആ പുതിയ യാത്രയിൽ പങ്കുചേരാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.